ഹരേ കൃഷ്ണ. സ്വയം കൃഷ്ണരാധർപ്പണമസ്തു. ജി ശ്രീ രാധരാധി. ഇന്ന് ഞാൻ എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാരായണീയത്തെക്കുറിച്ചാണ് പറയുന്നത്. കാരണം നാരായണീയം എഴുതിയതാരാ? നാരായണി എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നമ്മൾ കേരളത്തിൽ ജനിച്ച ഒരു വ്യാസൻ തന്നെ എന്ന് പറയാം. കാരണം വ്യാസൻ്റെ ഒരു കഴിവാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് കിട്ടി എന്ന് തന്നെ പറയാം. അത്രയും നാരായണീയം എന്ന മഹാഗ്രന്ഥം രചിക്കാൻ തന്നെ അത്രയും കഴിവുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഈ നാരായണീയം തന്നെ എന്ന് പറയുന്നത് മേൽപ്പത്തൂർ ഒരു വാതരോഗിയായിരുന്നു. അപ്പോൾ ഈ വാതരോഗം കലാശായിക്കുന്നത് എഴുത്തച്ഛനടുത്ത് ചെല്ലുമ്പോൾ എഴുത്തച്ഛൻ പറയും മീൻ തൊട്ട് കൂട്ടാൻ പറയും. അപ്പോൾ ആദ്യം മേൽപ്പത്തൂരിന് അതൊന്നും മനസ്സിലല്ലേ, പിന്നെയാണ് ചിന്തിച്ചത് മീൻ തൊട്ട് കൂട്ടാൻ എന്ന് വെച്ചാൽ മഹാഭാഗവതത്തിൽ എന്ന് വെച്ചാൽ ഭഗവാന്റെ അവതാര ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് മേൽപ്പത്തൂരിനോട് എഴുത്തച്ഛൻ പറയുന്നത്. അപ്പോൾ മഹാഭാഗവതത്തിൽ അങ്ങനെയാണ് മത്സ്യം കൂർമ്മ വരാഹം തൊട്ടല്ലേ തുടങ്ങുന്നത്. അങ്ങനെ മഹാഭാഗവതത്തിലെ 12,000 ശ്ലോകങ്ങളെ നാരായണീയത്തിലൂടെ 1036 ശ്ലോകങ്ങളാക്കി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനെ കുറിച്ച് നമുക്ക് അതിലൂടെ കാട്ടിത്തരികയാണ്. നാരായണീയത്തിലൂടെ ആദ്യത്തെ 1-2-3 ശ്ലോകങ്ങൾ ഭഗവാന്റെ വർണ്ണനകളാണ്. പിന്നെ ഏറ്റവും അവസാനം 100-ാമത്തെ ദശകവും മേൽപ്പത്തൂരിന് ഭഗവാൻ കാണിച്ചു കൊടുത്ത ആ ദിവ്യ രൂപത്തിൻ്റെ വർണ്ണനകളാണ് ഏറ്റവും അവസാനം കേശാദിപാദ വർണ്ണന എന്ന് പറഞ്ഞാൽ 100-ാമത്തെ ദശകം. അപ്പോൾ ഈ വാതരോഗം മാറ്റിത്തരണേ തന്നെ എന്ന് ഭഗവാനോട് പറഞ്ഞു ഗുരുവായൂരിരുന്ന് എഴുതുന്നതാണ് നാരായണീയം. ആ 99 ദശകവും വഴി തീരുമ്പോൾ ഭഗവാൻ തന്നെ മേൽപ്പത്തൂരിൻ്റെ അതായത് വാതരോഗം മാറ്റിക്കൊടുക്കുകയും ആ നാരായണി എന്ന പൂർണ്ണമായ ഗ്രന്ഥം നമുക്ക് മുന്നിലൂടെ മേൽപ്പത്തൂര് കാട്ടിത്തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാരായണി വായിച്ച് പഠിക്കുന്നവർക്കെല്ലാം അതിൻ്റേതായ ശാരീരിക അസുഖങ്ങളൊക്കെ മാറും എന്ന ഒരു ചരിത്രവും പറയുന്നുണ്ട്. വായിച്ചവർക്ക് ഈ ഒരു പ്രാവശ്യമല്ല, നമ്മൾ പല പ്രാവശ്യം വായിക്കണം. വായിച്ച് വരുമ്പോൾ അത് നമ്മൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നാരായണൻ പഠിപ്പിക്കുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി നിന്നേ നമ്മൾ അത് വായിച്ച് പഠിക്കുക. കാരണം സംസ്കൃത ശ്ലോകങ്ങളാണ്, അത്രയും തെറ്റുകൾ അവിടെ നമുക്ക് വരുത്താൻ പാടില്ല. തെറ്റുകൾ വരുമ്പോൾ അർത്ഥങ്ങളും പദങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ച് പൂർണ്ണമാക്കിയിട്ടില്ല. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ്. അതിലെ എല്ലാ ശ്ലോകങ്ങളും പ്രാധാന്യം തന്നെയാണ്. പക്ഷേ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു ദശകത്തിലെ ഒരു ശ്ലോകമുണ്ട്. അതായത് 8-ാമത്തെ ദശകത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ ഒരു 4 വരി ശ്ലോകം ഞാനിവിടെ ചൊല്ലാം. പക്ഷെ അത് എല്ലാവരും ആ ശ്ലോകം ദിവസേന കഴിയുമെങ്കിൽ നമ്മൾ കുറച്ചൊരു 10 പ്രാവശ്യവും നമ്മൾക്ക് ചൊല്ലാൻ പറ്റുന്നിടത്തോളം ആ ശ്ലോകം നമ്മൾ ചൊല്ലി അതിൽ എന്ന് വെച്ചാൽ അത് അസുഖങ്ങളൊക്കെ മാറ്റുന്ന ആ ഒരു ശ്ലോകമാണ്. അത് ഞാൻ ഇവിടെ ചൊല്ലാം. അസ്മിൻ പരാത്മനുപാത്മകൽപ്പേ ത്വമിത്ഥാമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിയും നിരുന്ധി വാതാലയവാസ വിഷ്ണു എന്ന് വെച്ചാൽ മേൽപ്പത്തൂര് ഭഗവാനോട് പറയുന്ന, ഭഗവാനേ നാരായണ, ഗുരുവായൂരപ്പ, അനന്തപത്മനാഭ, അങ്ങയുടെ നാഭിയിൽ നിന്ന് വന്ന പത്മത്തിൽ ബ്രഹ്മാവിനെ ദൃഷ്ടിച്ചു. ആ ബ്രഹ്മാവ് ലോകദൃഷ്ടി നടത്തി. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ഈ വാതരോഗം മാറ്റിത്തരണേ ഗുരുവായൂരപ്പ വാതാലയേശ എന്ന് ഭഗവാനോട് പറയുന്നതാണ് 13-ാമത്തെ ശ്ലോകത്തിലെ 4 വരി. അപ്പോൾ അത് എല്ലാവരും ആ 4 വരി ശ്ലോകം നമ്മൾ ഒന്ന് ചൊല്ലി ദിവസേന ചൊല്ലണം. നാരായണീയം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമേ നമ്മളുടെ ആപത്തുകളൊക്കെ മാറ്റുന്ന ഒരു മരുന്ന് തന്നെ എന്ന് പറയാം. പക്ഷെ ഈ ഒരു ശ്ലോകത്തിന് പ്രത്യേകതയുണ്ട്. അതൊന്നും കൂടെ പറയാം. ദശകം 8-ൽ 13-ാമത്തെ ശ്ലോകത്തിലെ 4 വരിയാണ്. അത് എല്ലാവരും ഒന്ന് ചൊല്ലി പഠിക്കുക. പിന്നെ ഈ നാരായണിയൊക്കെ നമ്മൾ കഴിവും എല്ലാവരും പഠിച്ചിരിക്കണം. കാരണം നാരായണൻ നമ്മളൊന്ന് പ്രത്യേക ആ പേര് കൊണ്ട് മാത്രമല്ല
നാരായണീയം തന്നെയാണത്. നാരായണീയം എന്ന് പറയുന്ന ഒരു നമ്മളുടെ അസുഖങ്ങളൊക്കെ ഭഗവാൻ തന്നെ വന്ന് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ അസുഖം വാതരോഗത്തെ മാറ്റിക്കൊടുത്ത് ആ ഒരു ഗ്രന്ഥമാണ്. അപ്പം അതിൽ നമ്മൾ വായിച്ച് 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 ഭഗവാനിലോട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. എല്ലാവരും നാരായണീയം പഠിക്കണം, ഗുരുവായൂരൊക്കെ കൊണ്ടുപോയി സമർപ്പിക്കണം. ദിവസേന ഒരു ദശകമെങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.